വഴക്ക് ഗുണമല്ല ചെയ്യുന്നത്, എങ്കിലും വീടുകളിൽ വഴക്ക് ഉണ്ടാകാറുണ്ട്. ചെറുതോ വലിയതോ ഒക്കെയായ വഴക്കുകളുണ്ട്. ഇതുകൊണ്ടുള്ള ദോഷം അറിയാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പലപ്പോഴും നാം വഴക്കുണ്ടാക്കുന്നത്. വഴക്ക് ചെറുതായാലും വലുതായാലും എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം വീട്ടിലുള്ള എല്ലാവരും കൂടി എന്നും ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ. ചിലരൊക്കെ വഴക്കുണ്ടാകുമ്പോൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയോ തോറ്റു കൊടുക്കുകയോ ചെയ്യാറുണ്ട്. അവർ മണ്ടന്മാരോ ബലഹീനരോ ആണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. സത്യത്തിൽ ഒഴിഞ്ഞു മാറുന്ന ആൾക്കാർ ആണ് വിജയിക്കുന്നത്. വഴക്ക് ഉണ്ടാക്കി വിട്ടുകൊടുക്കാതെ ജയിച്ചു എന്ന് കരുതുന്ന ആൾ പലപ്പോഴും ശക്തി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വഴക്കിന് ഹിന്ദിയിൽ പറയുന്നത് ജഗട. പല വാക്കുകളുണ്ട്. മൺമുട്ടാവിൽ തുടങ്ങി ജഗട വരെയുള്ള വാക്കുകളാണ്. മൺമുട്ടാവ്, തൂത്തുമേമേ, കഹി സുനി, തക്കറാർ, പിന്നെ അത് ലഡായി. ഇപ്പോൾ മൺമുട്ടാവിൽ തുടങ്ങി അത് ലഡായി വരെ പോകും. ചെറിയ ഒരു നീരസം വച്ചുകൊണ്ടിരുന്നാൽ അത് പടിപടിയായി വലിയ വഴക്കിലേക്ക് നയിക്കുന്നു. അപ്പോൾ വഴക്കിൻ്റെ ഗാംഭീര്യം അനുസരിച്ച് ഈ വാക്കുകളൊക്കെ മാറി മാറി വരുന്നു. പല കാരണങ്ങൾ കൊണ്ട് വീടുകളിൽ വഴക്ക് ഉടലെടുക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരാതി പറച്ചിൽ. ശികായത്ത് കർണ, ശികായത്ത് പറയുന്നത്. ശികായത്ത്. നല്ല ആഹാരം കിട്ടിയില്ലെങ്കിൽ ചിലർ വലിയ ബഹളം ഉണ്ടാക്കി കളയും. നല്ല ആഹാരം ഒരു പ്രസാദം പോലെയാണ്. അത് നമുക്ക് സുഖസമൃദ്ധി തരുന്നു. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഫുഡ്. അപ്പോൾ നമ്മൾ പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കണം. ഖുഷി കെ സാത്ത് ബനാക്കർ ഖാന ദിയാ കരോ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. സന്തോഷത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കൊടുക്കുന്നവർക്കും കഴിക്കുന്നവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും അത് വളരെ ഗുണം ചെയ്യും. ആഹാരം പാചകം ചെയ്യുന്നതിന്, ഉണ്ടാക്കുന്നതിന് ബനാന, കഴിക്കുന്നതിന് ഖാന. അയാൾ ആഹാരമുണ്ടാക്കി, വൗ ഖാന ബനായ, ഞങ്ങൾ കഴിച്ചു, ഹം ഖായ. ചിലർക്ക് എങ്ങനെ വെച്ചു കൊടുത്താലും കുറ്റം പറയുന്നവരുമുണ്ട്. അവർ എന്തുകൊണ്ടോ അങ്ങനെ കുറ്റം പറയുന്നു. അവർക്കും അറിയില്ല എന്താ രുചി ഇല്ലാത്തതെന്ന്. അത് സഹിക്കാനാകാതെ അവർ ഉച്ചത്തിൽ, രുചിക്ക് ഹിന്ദിയിൽ പറയുന്ന സ്വാദ്, സ്വാദ് നഹി, രുചിയില്ല, സ്വാദ് ഹേ, രുചി ഉണ്ട്. ആജ് കാ ഖാന മേ സ്വാദ് ഹേ, ആജ് കാ ഖാന സ്വാദിഷ്ട് ഹേ എന്നും പറയാം. അപ്പോൾ സന്തോഷത്തോടെ ആഹാരം പാചകം ചെയ്യുവാനും കഴിക്കുവാനും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഖുഷി കെ സാത്ത് ബനാക്കർ ഖാനെ കെ ലിയെ ഹം ഖുഷി കെ സാത്ത് ബനായെ ഔർ ഖുഷി കെ സാത്ത് ഖായെ. സന്തോഷത്തോടെ ഉണ്ടാക്കി സന്തോഷത്തോടെ കഴിക്കാം. ഇനി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് തുടർച്ചയായി രുചിയില്ലെങ്കിൽ അത് മനസ്സിൽ കൊണ്ടു നടക്കാതെ സ്നേഹത്തോടെ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവതരിപ്പിക്കുന്ന രീതി സ്നേഹത്തോടെ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാകുകയും അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. യദി ഖാന മേ ടേസ്റ്റ് നഹീ ഹൈ തോ പ്രേം സേ ബോൽ സക്താ ഹൈ. രുചി കുറഞ്ഞാൽ സ്നേഹത്തോടെ പറയാം. മര്യാദയും സ്നേഹമുള്ളവർ അത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ വഴക്കിന് വഴിയില്ലാതെയാകുന്നു. പകരമായി നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പറയും, ക്യാ ഖാന ബനാ ദിയാ രേ തൂ ഉഡാക്കെ ഫേക് ദൂംഗാ. എന്തൊരു ഭക്ഷണമാണ് നീ ഉണ്ടാക്കി തന്നത്, എടുത്തെറിഞ്ഞു കളി. ഇങ്ങനെയൊക്കെ പറയുന്ന അവരും ഇല്ലാതില്ല. ഈ ദൈവപ്രസാദം ഒരു നല്ല ആഹാരത്തിനായി നമ്മിൽ പലരും പലപ്പോഴും എത്ര കൊതിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പറയുന്ന നമ്മൾ സൂക്ഷിക്കണം. അത് വഴക്കിന് മാത്രമല്ല, എല്ലാവിധത്തിലും നമുക്ക് ദോഷത്തിന് കാരണമായേക്കാം.
അങ്ങനെ പറയുന്നതിന് പകരം നമുക്ക് പറച്ചിലൊന്ന് മാറ്റി നോക്കിയാലോ? ആപ്പി കാ खाना में उतना टेस्ट नहीं लग रहा है लेकिन थोड़ा ध्यान रखना പറഞ്ഞാൽ കൂടുതൽ നല്ലതല്ലേ? ഈ ഭക്ഷണത്തിന് അധികം രുചി തോന്നുന്നില്ല, കുറച്ചുകൂടെ മെച്ചമായിട്ട് വെക്കാമല്ലോ എന്നുള്ള അർത്ഥത്തിൽ. ആഹാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അടുത്തതായി, വഴക്കിനായി വാതിൽ തുറന്നു കൊടുക്കുന്ന മറ്റൊന്നാണ് ആജ്ഞ. അതിന് ഹിന്ദിയിൽ ആദേശെന്ന് പറയും. റിക്വസ്റ്റ് ഈസ് ബെറ്റർ ദാൻ ഓർഡർ. ബന്ധങ്ങൾ വീട്ടിൽ നിലനിർത്തി കൊണ്ടുപോകുവാൻ ആജ്ഞയേക്കാൾ അപേക്ഷയാണ് കൂടുതൽ നല്ലത്. ചെയ്യൂ അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ, ചെയ്യാമോ, ഇതിൽ ഏതെങ്കിലും മെച്ചമായത് നമുക്ക് ഉപയോഗിക്കാം. കരോ, കർണൈ പടേക, കരോഗേ, നിനക്കിത് ചെയ്തേ പറ്റൂ. തുജെ യേ കർണൈ പടേക, തൂ യേ കർ, നീ ഇത് ചെയ്. ക്യാ യേ കരോഗേ, ഇത് ചെയ്യാമോ? പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നു തന്നെയാണെങ്കിലും അവതരണത്തിൽ വ്യത്യാസം വരാം. അവതരണം ശരിയായാൽ വഴക്കൊഴിവാക്കാം. ഇനിയും വീട്ടിൽ ഒരു കാര്യം പറഞ്ഞ് ചെയ്യിക്കാനാണെങ്കിൽ പല വിധത്തിൽ പറഞ്ഞ് അത് ചെയ്യിക്കാം. ഉദാഹരണത്തിനായി നോക്കാം, തുണി അലക്കൽ. തുണിക്ക് കപ്പട, അലക്കുന്നതിന് കഴുകുന്നതിന് ധോന. സ്വന്തം തുണികൾ അലക്കുന്നതിൽ തെറ്റില്ലെങ്കിലും പലപ്പോഴും പലരും പല കാരണത്താൽ മറ്റുള്ളവരെ കൊണ്ടാണ് തങ്ങളുടെ തുണികൾ അലക്കിപ്പിക്കുന്നത്. അപ്പോൾ സൗന്ദര്യപ്പിണക്കത്തിനൊക്കെ കാരണങ്ങളും ഉണ്ടാകും. തുണി അലക്ക, കപ്പട ദോ, ദോ കപ്പട. ഇനി ഞാൻ 2 രീതികൾ പറയാം. അതിൽ മെച്ചമായത് ഏതാണ് അത് നമുക്ക് കാണാം. അരേ ഫടാഫട് കപ്പട ദോ, കപ്പട ദോ കദേന. തുണി പെട്ടെന്ന് അലക്കി കഴുകി തന്നോണം, അല്ലെങ്കിൽ തുണി അലക്കിത്താ. അപ്പോൾ നമുക്ക് പറ്റിയത് ഏതാണ്? വഴക്കൊഴിവാക്കാൻ ഓർഡർ ആണോ, അതോ റിക്വസ്റ്റ് ആണോ, അതോ ഒരു മീഡിയം ലെവലിലുള്ള രീതിയാണോ? നമുക്കത് സ്വീകരിക്കാം. വഴക്കിന് വളമിടാനാണെങ്കിൽ റഫായി സംസാരിച്ചാൽ മതി, എളുപ്പമാണ്. പക്ഷെ നമ്മളിൽ പലരും അത് ആഗ്രഹിക്കുന്നില്ല. അവർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കള്ളം പറച്ചിൽ. കള്ളം പറയുക, കള്ളം പറഞ്ഞ് നിലനിൽക്കാൻ ശ്രമിക്കുക. അത് നമ്മിൽ പലരുടെയും കവചമായിട്ടിങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ അത് രക്ഷിക്കും എന്നുള്ള ഒരു തെറ്റായ തോന്നൽ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ കള്ളം പറയുന്നത്. കള്ളത്തിന് ജൂട്ട്, ജൂട്ട് ബോൽന, കള്ളം പറയുക. ജൂട്ട് ബോൽത്ത, കള്ളം പറയുന്നു. ജൂട്ട് ബോല, കള്ളം പറഞ്ഞു. ജൂട്ട് ബോലേക, കള്ളം പറയും. അവൻ കള്ളം പറഞ്ഞു. വഹു ജൂട്ട് ബോല, ഞാൻ പറഞ്ഞില്ല കള്ളം. മേനെ ജൂട്ട് നഹി ബോല. നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു കള്ളം പറഞ്ഞ സത്യം വെളിപ്പെടുന്നത് വരെയും കള്ളം തുറന്നുകൊണ്ടിരിക്കണം. വലിയ വലിയ കള്ളങ്ങൾ, പല പല കള്ളങ്ങൾ, കള്ളത്തിന് മുകളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലും വലിയ പ്രയോജനമുണ്ടോ? ദോഷമേ ഉള്ളൂ. സത്യത്തിന് ഹിന്ദിയിൽ സച്ചായി, ഏക് ദിൻ സച്ചായി പ്രകട്ട് ഹോഗ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സത്യം വെളിപ്പെടും. അപ്പോൾ ചില എക്സ്ക്യൂസുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഒരാളെ രക്ഷിക്കാൻ വേണേൽ പറയാം. ഒരാളെ രക്ഷിക്കണമെങ്കിൽ കള്ളത്തിനും പറഞ്ഞ് മാത്രമേ രക്ഷിക്കാൻ പറ്റുമോ? അല്ലാതെ വേറെ വഴികളൊന്നുമില്ലയോ? झूठ बोलने से ही क्या हम एक इंसान को बचा सकता है या फिर दूसरा रास्ता भी है? കള്ളം പറയാതെ തന്നെ നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാൻ പറ്റും. നമ്മൾ എത്രമാത്രം രക്ഷിക്കും? മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ചുമതല കള്ളം പറഞ്ഞ് നമുക്കാണ്. ഉദാഹരണത്തിന്, ഭാര്യയുടെ പോക്കറ്റിൽ നിന്ന് ഭർത്താവ് ഒരു 10 രൂപ എടുത്ത് ഭാര്യ ചോദിച്ചു, എടാ നീ പൈസ എടുത്തോ? അപ്പോൾ ഇല്ല എടി, ഞാൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ മനസ്സിലെന്തായിരിക്കും തോന്നുന്നത്? അയ്യോ, എടുത്തിട്ടും എടുത്തില്ലെന്നാ പറയുന്നത്. ക്യാ തൂ മേര പോക്കറ്റ് സെ ജേബ് സെ, പോക്കറ്റിന് ജേബ്, 10 രൂപ ലിയ, 10 രൂപ എടുത്തോ? എടുത്തെങ്കിൽ ഹാ ലിയ, എടുത്തില്ലെങ്കിൽ നഹി ലിയ. എടുത്തിട്ടും എടുത്തില്ലെങ്കിൽ അത് കള്ളമാണ്. ആ വീട്ടിൽ കള്ളം പറഞ്ഞാൽ
വഴക്കിന് നല്ല വളമായില്ലേ? അപ്പോൾ ചെറിയൊരു വഴക്ക് അത് വളരാം. ഭർത്താവിന് പതി, ഭാര്യയ്ക്ക് പത്നി. വഴക്കിന് നീ ഭർത്താവ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെ ഭാര്യ എടുത്തിട്ടുണ്ടെങ്കിൽ, എടി ഞാൻ എടുത്തില്ലടി, അല്ലെങ്കിൽ ഞാൻ എടുത്ത ചായ, അല്ലെങ്കിൽ ചേട്ടാ വിളിക്കുന്ന എന്തായാലും അത് പറഞ്ഞിട്ട്. ഹിന്ദിയിൽ നൈരെ മേ നഹിലിയ, ഞാൻ എടുത്തില്ല. എടുത്തെങ്കിൽ എടുത്തു, मैंने नहीं लिया, कोई बात नहीं, अब आगे ध्यान रखूँगा. നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി പോക്കറ്റിൽ നിന്ന് അങ്ങനെ കള്ളമായിട്ട് എടുക്കത്തില്ല, ചോദിച്ച് എടുക്കത്തുള്ളൂ എന്ന്. വൈസെ നെയ് കരൂങ്ക, ജബ് മുझे जरूरत है तो पूछ के लूँगा എന്ന് ഹിന്ദിയിൽ പറയും. അപ്പോൾ കള്ളം പറയുകയും പിന്നെ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്താൽ അവിടെ വഴക്കിന് സ്ഥാനം ഒരുക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ വഴക്കുകൾ വീടുകളിൽ ഒഴിവാക്കുന്നതോടൊപ്പം ഹിന്ദിയിലെ ഈ വാക്കുകളൊക്കെ ഓർത്തിരിക്കുക. ഈ വാക്കുകൾ നമുക്ക് ഗുണകരമായി മാത്രം ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ ഉപയോഗിക്കാം. ഇതിൽ ഗുണമായവ, അനുകൂലമായവ, ആർക്കും ദോഷമില്ലാത്തവ ഉപയോഗിച്ച് ഹിന്ദി പറച്ചിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം.